രേണുകയിലേക്ക് പോവുകയാണ്. രേണു, ഇതിനു മുമ്പ് തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളെല്ലാം കൊല്ലത്ത് നിന്ന് കൃത്യമായി നമ്മൾ നൽകിക്കഴിഞ്ഞതാണ്. എങ്കിലും ഏറ്റവും അവസാനവും നമ്മൾ അത്തരം പ്രതികരണങ്ങൾ കൂടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പൊതുവെ കൊല്ലത്തിന്റെ ഒരു നിറം എന്താണ്? സജിത്ത്, അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തിന്റെ ഹൃദയഭാഗമായ ആശ്രാമം മൈതാനത്താണ്. 5 ദിവസം മുമ്പ് ഇവിടെ ആനച്ചമയവും മേളപ്പെരുക്കവും ഒക്കെ അരങ്ങേറിയ കൊല്ലം പൂരമായിരുന്നു. പക്ഷെ കൊല്ലം പൂരം കഴിഞ്ഞിട്ടും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പൂരം അടങ്ങിയിട്ടില്ല. അതിങ്ങനെ കൊട്ടിക്കയറുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ വലിയ ആവേശം, തെരഞ്ഞെടുപ്പ് ആവേശം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം മണ്ഡലം. 3 സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ എന്ന് തന്നെ പറയാം. 3 സ്ഥാനാർത്ഥികളെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഹാട്രിക് നേടാനാണ് NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത്. അതേസമയം NK പ്രേമചന്ദ്രനെ വെട്ടാൻ M മുകേഷിനെ ഇറക്കിയിരിക്കുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഓരോ തവണ കാണുമ്പോഴും തന്റെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു എന്നാണ് M മുകേഷ് പറഞ്ഞത്. ഇന്നും അദ്ദേഹം അത് ആവർത്തിക്കുന്നു. കലാകാരനെ കൈപിടിച്ച് സ്നേഹം പങ്കുവെക്കുകയല്ല വോട്ടർമാർ ചെയ്യുന്നത്, അത് തികഞ്ഞ വോട്ടാണ് എന്ന് തനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് മുകേഷ് പറയുന്നു. ഇനി താൻ മറിച്ചെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ, ഇത് വോട്ടായില്ലെങ്കിൽ, അത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിന് പിന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അത്രമാത്രം ഉറപ്പാണ് M മുകേഷിന് തന്റെ വിജയത്തിനെ സംബന്ധിച്ച്. G കൃഷ്ണകുമാറിലേക്ക് വന്നാൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കൃഷ്ണകുമാറിന് മുന്നിൽ ഉള്ളത്. എങ്കിൽ പോലും അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയെന്നാണ്. ഈ 3 പേരും അവരുടെ പാർട്ടികളുടെ, മുന്നണികളുടെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധി നാളെ എത്തുന്നു. അത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ പൗരത്വ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരുത്തിയത് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതൊക്കെ ഇവിടെ ഇടതുമുന്നണി വലിയ രീതിയിൽ പ്രചാരണ വിഷയമാക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വളരെ പ്രസക്തമാണ് താനും. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ആ പരാമർശം, രാഹുൽ പരോക്ഷമായി നടത്തിയ പരാമർശമൊക്കെ NK പ്രേമചന്ദ്രൻ വലിയ ആശ്വാസത്തോടു കൂടി കാണുന്നു. അതേസമയം മുകേഷിന്റെയൊക്കെ വന്നാൽ CPM-ന്റെ 2 പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇന്നിവിടെ ഉള്ളത്. തപൻ സെന്നും സുഭാഷിണി അലിയും ഇന്ന് ഇവിടെ മുകേഷിനായി എത്തുന്നുണ്ട്, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വന്നു പോയിരുന്നു, യെച്ചൂരി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കളെ ഇറക്കി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. G കൃഷ്ണകുമാറിന് വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് BJP-യുടെ തമിഴ്നാട് അധ്യക്ഷനായ അണ്ണാമലയാണ്. BJP-യുടെ തമിഴ്നാട്ടിലെ സ്റ്റാറായ അണ്ണാമലെ ഇവിടെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൊല്ലം മാറ്റത്തിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യുമെന്നാണ്. കൊല്ലത്തിന്റെ കശുവണ്ടി മേഖലയും തീരമേഖലയും ഒക്കെ അവഗണിച്ച സിറ്റിംഗ് MP അദ്ദേഹത്തിന് ഇനി ഒരു 3ാം ടേം കൊടുക്കാൻ കൊല്ലത്തെ ജനങ്ങൾ എന്തായാലും തയ്യാറാകില്ല. അവർ മാറ്റത്തിന് വോട്ട് ചെയ്യും. ആ മാറ്റം G കൃഷ്ണകുമാറിലൂടെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി 3 ദിവസം മാത്രം പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുമ്പോൾ അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടമാണ്. മുകേഷിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്ന് അദ്ദേഹം പ്രചാരണത്തിൽ 54ാമത്തെ ദിവസം തികയ്ക്കുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇത്ര നീണ്ട ഒരു പ്രചാരണ കാലയളവ്, അതും റോഡിൽ ഈ കടുത്ത ചൂടിൽ തുറന്ന വാഹനത്തിൽ എല്ലാ ദിവസവും പ്രചരണം നടത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം ഇന്നും ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ പൂർത്തീകരിക്കുന്നു എന്നതാണ് മുകേഷ് പറഞ്ഞത്. ഈ ചൂട് തനിക്ക് ആവേശമാണ്. ഈ ചൂട് മറികടന്നും നിൽക്കുന്ന ആളുകൾ തനിക്ക് തികഞ്ഞ വിശ്വാസവും പ്രതീക്ഷയും നൽകുന്നു എന്നതാണ് മുകേഷ് പറയുന്നത്. എല്ലാവരുടെയും പ്രചരണത്തിൽ അവർ തൃപ്തരാണ്. ജനങ്ങൾ അവരുടെ വോട്ട് തങ്ങൾക്കൊപ്പം എന്ന പ്രതീക്ഷയിലാണ്. തീർച്ചയായും അങ്ങനെ ഒരു പോരാട്ട ചൂട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പാലക്കാടും കൊല്ലത്തുമാണ്. കൊല്ലത്ത് തന്നെ പുനലൂരിൽ വലിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. അവിടെ സജിത്ത്, ഈ രേണുക സൂചിപ്പിച്ചു, അതായത് ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി വ്യക്തത വരുത്തിയെന്ന്. അതിന് തൊട്ടുമുമ്പുണ്ടായ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രേമചന്ദ്രൻ ഒരു പരിധി വരെ വെട്ടിലായോ എന്ന് നമ്മൾ സംശയിച്ച ഒന്നായിരുന്നു പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ഭക്ഷണം കഴിക്കൽ. അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട്. അങ്ങനെ തുടക്കം മുതൽ രാഷ്ട്രീയമായ വിഷയങ്ങൾ ഒരുപാടുണ്ട് കൊല്ലത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്ക് അതോടൊപ്പം സ്ഥാനാർത്ഥികളുടെ ഏറ്റവും ഒടുവിലത്തെ ചില പ്രതീക്ഷകൾ കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്.